നമസ്കാരം. ഹൂതികൾ ഇന്നലെ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ചെറുത്തതായി ഇസ്രായേൽ അറിയിച്ചു. ഇന്നലെ രാവിലെ മധ്യ ഇസ്രായേലിലുടനീളം മിസൈൽ മുന്നറിയിപ്പ് സൈറൺ മുഴക്കി. അതിർത്തി കടന്ന് പ്രവേശിക്കും മുൻപ് ഇസ്രായേൽ സൈന്യം മിസൈലുകൾ തകർത്തു. USS ഹാരി ട്രൂമാൻ അടക്കം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. യമനിൽ US വ്യോമാക്രമണം തുടരുകയാണ്. ഇപ്പോഴും ഗാസയിലെ വെടിനിർത്തൽ നടപടിയുമായി ഹമാസ് സഹകരിക്കാത്തത് മൂലമാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ച സ്ഥിതി ഉണ്ടായതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് കുറ്റപ്പെടുത്തി. ചെങ്കടൽ വളഞ്ഞ US പടക്കക്കപ്പലുകൾ ഹൂതികൾക്ക് മരണ വാറണ്ടുമായി ട്രംപ് കളത്തിൽ 10 വർഷം മുൻപ് ഹൂതികൾക്കെതിരെ തുറന്ന യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ സൗദി അന്നൊരു പ്രസ്താവന നടത്തി. 15 ദിവസത്തിനിടെ ഹൂതികളെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഒരു സ്വതന്ത്ര ഭരണകൂടത്തെ സംഭാവന ചെയ്യുമെന്നും പറഞ്ഞു. പക്ഷേ യുദ്ധം തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. 2015 യുദ്ധം തുടങ്ങി 8 വർഷത്തിനിപ്പുറം എത്തുമ്പോഴും ഹൂതികളെ നിർവീര്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, യമനിൽ ബാക്കിയായത് അഭയാർത്ഥികളുടെയും കൊല്ലപ്പെട്ടവരുടെയും തീരെ കണക്ക് തന്നെയാണ്. ഒപ്പം കോളർ അടക്കമുള്ള പകർച്ചവ്യാധികളുടെ ദുരിതവുമുണ്ട്. ഹൂതികൾ തുടങ്ങി ശക്തി പ്രാപിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ പോരാട്ടം കനക്കുകയും ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടലിൽ ഒക്കെ തന്നെ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്കെതിരെ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഹൂതികൾക്കും ഇവർക്ക് ആയുധം ഉൾപ്പെടെയുള്ള സഹായം എത്തിക്കുന്ന ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി കളത്തിലിറങ്ങിയതോടെ യുദ്ധത്തിന്റെ ഗതി ഇനി എന്താകുമെന്ന ആശങ്കയിലാണ് ലോകം. ഹൂതികൾ ഇപ്പോൾ തന്നെ ബാബൽ അൽ മൻഡറിൽ വളർന്നിരിക്കുകയാണ്. കാരണം ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പട്ടണമാണിത്. യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ വരുന്ന എല്ലാ തരത്തിലുമുള്ള വ്യാപാരവും മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് പറയാം. കപ്പലുകൾക്ക് സൂയസ് കനാലിലൂടെ തന്നെ ഇപ്പോൾ പ്രവേശിച്ച് ചെങ്കടൽ വഴി ബാബൽ അൽ മാൻഡബിലേക്ക് എത്തിവേണം അറബിക്കടലിനെ കടക്കാൻ. ഇവിടെ ഗറില്ല ആക്രമണം ശക്തിപ്പെടുത്താനാണ് ഹൂതികളുടെ ശ്രമവും. യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന ഫലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ലെങ്കിൽ ഇസ്രായേലിലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമാണെന്നും എല്ലാ കപ്പലുകളുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ആക്രമണം ഉണ്ടാകുമെന്നതാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് ചെയ്യുന്നു. മാത്രമല്ല, യുദ്ധം തീരുന്നതുവരെ ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഹൂതികൾ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ, കപ്പൽ പിടിച്ചെടുക്കൽ എന്നിവ തുടങ്ങിയതോടെ ലോകത്തിലെ പല വമ്പൻ കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള യാത്ര നിർത്തിവെച്ചു. ഇത് ചരക്കു നീക്കത്തെ തന്നെ അടക്കം ബാധിക്കുകയും വിലക്കയറ്റമടക്കമുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്തു. ഓരോ വർഷവും 17,000 കപ്പലുകൾ തന്നെ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറയാം. ഹൂതികളുടെ ആക്രമണം മൂലം കപ്പലുകൾ ചെങ്കടൽ പാത ഉപേക്ഷിച്ചാൽ അത് ലോകത്തെത്താനുള്ള വിതരണ ശൃംഖലയെ തകർക്കുമെന്നും തന്നെ വിതരണത്തെക്കുറിച്ചും വിതരണ ശൃംഖല വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഇതിനെതിരെ ഹൂതികൾക്കെതിരെ മരണ വാറണ്ടുമായി വന്നിരിക്കുകയാണ് ട്രംപ്. കപ്പലുകൾക്കെതിരെ ആക്രമണം തുടരുന്നത് വലിയ പ്രത്യാഘാതം വഴിവെച്ചിട്ടുണ്ട്.